അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ജുസ് 3 നമ്മൾ സമാരംഭം കുറിക്കുന്നത്. വളരെ സംക്ഷിപ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ജുസ്ഇൽ ഇവിടെ പരാമർശിക്കുന്നത്. ജുസ് 3 ഉൾക്കൊള്ളുന്നത് 2 സൂറത്തുകളിലായിട്ടാണ്. ബഖറയും ആലു ഇംറാനും അടങ്ങുന്ന 2 സൂറത്തുകൾ. അതിൽ ബഖറയിലെ 33 ആയത്തുകളും ആലു ഇംറാനിലെ 91 ആയത്തുകളുമാണ്. ബഖറയിലെ 253 മുതൽ അവസാനിക്കുന്നത് വരെയും ആലു ഇംറാനിൻ്റെ 1 മുതൽ 91 വരെയുമാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ബഖറയെക്കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ജുസ്ഇൽ മനസ്സിലാക്കി, അതിൻ്റെ അവതരണവും അതെവിടെയാണ് എന്നുള്ളതൊക്കെ. ആലു ഇംറാൻ സൂറത്ത് മദീനയിലാണ് അവതരിച്ചിട്ടുള്ളത്. അതിൽ 200 വചനങ്ങളിലെ 91 ആയത്തുകളാണ് ഈ ജുസ്ഇൽ ഉൾക്കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഈ ജുസ്ഇലിൻ്റെ മറ്റൊരു പ്രത്യേകത, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് പറയുന്ന ആയത്തുൽ കുർസി, അള്ളാഹുവിൻ്റെ കുർസീനെ കുറിച്ച് പരാമർശിക്കുന്ന, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളും കഴിവുകളും പറയുന്ന ഏറ്റവും മഹത്തായ ആയത്ത് ഉൾക്കൊള്ളുന്ന ഒരു ജുസ് കൂടിയാണ് സൂറത്ത് ബഖറയിലെ 255 ആയത്ത് ഉൾക്കൊള്ളുന്ന ഈ ഭാഗം. അതോടൊപ്പം തന്നെ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്തും ഈ ജുസ്ഇൽ തന്നെയാണ്. അഥവാ സൂറത്ത് ബഖറയിലെ അവസാന ഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണത്. കടബാധ്യതയുമായി ബന്ധപ്പെട്ട് ആയത്തുദ്ദൈൻ വരുന്നതും ഈ ജുസ്ഇൽ തന്നെയാണ് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഈ ജുസ്ഇലുള്ള മറ്റൊരു പ്രത്യേകത, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ജുസ്ഇനെ കുറിച്ച് പറയാറുള്ളത്, ഇത് തിൽക്കർ റുസുൽ എന്ന് പറയുന്ന സൂറത്ത് ജുസ് ആകുന്നു എന്നും നമ്മൾക്ക് അത് പറഞ്ഞതായിട്ട് അങ്ങനെ പറയുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ട്. അതിന് കാരണം ആ ജുസ്ഇന്റെ തുടക്കം തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ളുഹും അലാ ബഅ്ളിൻ എന്ന് തുടങ്ങുന്ന ഒരു ആയത്തായതുകൊണ്ടാണ്. അത് പ്രവാചകന്മാരുടെ ശ്രേഷ്ഠതകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ആയത്തായതുകൊണ്ടാണ് ഈ ജുസ്ഇൽ അങ്ങനെ ഒരു പേരുകൂടെ അതിന് പറയപ്പെടുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാത്രമല്ല, അവിടെ നമ്മൾക്ക് ആ തിൽക്കർ റുസുൽ ഫദ്ദൽനാ ബഅ്ളുഹും അലാ ബഅ്ള്, അതിൽ സാധാരണ പല റസൂലുകളുടെയും സമുദായങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ ഈ ജുസ്ഇന്റെ മുൻവശത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ചിലർക്ക് ചിലരേക്കാൾ ഇവിടെ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവുമായിട്ട് സംസാരിച്ച മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അവിടെ പറയുന്നു കലീമുള്ള. നമ്മൾ സാധാരണ അങ്ങനെയാണ് അതിന് ഉപയോഗിക്കാറ്. കലീമുള്ള മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു. 2 മറ്റു സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ ആ സംഭവങ്ങൾ പറയുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനോട് സംസാരിച്ചു എന്നുള്ളത് മിഅ്റാജിന്റെ പ്രബലമായ ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ അതാണ് അള്ളാഹു അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞ് തരുന്നത്. മറ്റൊന്ന്, അതോടൊപ്പം തന്നെ ചിലർക്ക് നൽകാത്ത പദവികൾ അള്ളാഹു നൽകി. അതാണ് മലക്കുകളോടോ ഒരു മാധ്യമമോ കൂടാതെ അള്ളാഹുവിനോട് സംസാരിക്കാൻ സാധിച്ചു പ്രവാചകന്മാർക്ക് എന്നുള്ള ഒരു കാര്യമാണത്. അതോടൊപ്പം പിന്നീട് പറയുന്നത്, ഇപ്പൊ പ്രവാചകന്മാർക്ക് പല രൂപത്തിലുള്ള ശ്രേഷ്ഠതകൾ നൽകി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖലീലുള്ളയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൂട്ടുകാരനായിട്ട് അള്ളാഹു അവിടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹുള്ള, ഇതൊക്കെ അവരുടെ ശ്രേഷ്ഠതയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് തുടർന്നുള്ള ആയത്തുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഓരോ ആയത്തുകളിൽ ഒരു വിഷയം പറഞ്ഞ് നേരെ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്ന ഒരു രൂപത്തിലാണ് ഈ ഈ ജുസുയിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. കുറേ ആയത്തുകൾ ഒരു വിഷയത്തെക്കുറിച്ച് പറയാതിരിക്കുന്ന ഒരു രൂപം കൂടെ നമ്മൾക്ക് ഇവിടെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുൻപുള്ള എന്ന് പറഞ്ഞാൽ 100 കൊല്ലക്കാലം മരണപ്പെട്ട് കിടന്ന് പിന്നീട് ജീവിച്ച ഒരു മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് ആരുടെ പേരുകളൊക്കെ തന്നെ പല മുഫസ്സിറുകളും പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ഈ വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് അത് പറയാത്തത് കൊണ്ട് തന്നെ എന്താണെന്നറിയില്ലെങ്കിലും മരണപ്പെട്ട് 100 കൊല്ലത്തിന് ശേഷം അദ്ദേഹം എവിടെയാണ് മരിച്ചു കിടന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത് എന്നോ എപ്പോഴാണ് ഘട്ടം ഘട്ടമായിട്ടാണോ ജീവിച്ചത് പിന്നീട് എന്നുള്ളതൊന്നും നമ്മൾ പറയാൻ പറ്റുന്നില്ല. അള്ളാഹു അവിടെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾക്ക് പുനരുജ്ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി പറഞ്ഞു തരുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം സൂറത്തുൽ കഹ്ഫില് പിന്നീട് വരുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫില് 300-ലധികം കൊല്ലക്കാലം ഗുഹാവാസികളായിട്ടുള്ള ആളുകൾ അവിടെ പിന്നെ ഉറക്കത്തിലായി പോയിട്ടില്ല. ആ ഒരു സംഭവം പറയുന്നത് പോലെ അനുസ്മരിക്കുന്ന രൂപത്തിലാണ് നമ്മൾക്ക് അത് കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പറയുന്നത് സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ്. ഒരു മനുഷ്യൻ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് 700 ഇരട്ടിയോളം പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്ന് ഈ സൂറത്തിൻ്റെ 274 വരെയുള്ള ഈ സൂറത്തുൽ ബഖറയിലെ 274 വരെയുള്ള വചനങ്ങളിൽ നമ്മൾക്ക് അത് കൃത്യമായിട്ട് അവിടെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണ സഹിതമാണ് പറയുന്നത്. പിന്നീടുള്ളത് 275 മുതൽ 280 വരെയുള്ള വചനങ്ങൾ. അവിടെ നല്ലതിൽ നിന്ന് ചിലവഴിക്കണമെന്നും സൽക്കാര്യങ്ങൾക്ക് ചിലവഴിച്ചാൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട് എന്നും ജനസമ്മിതിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് പിന്നെ അവരുടെ ഉപമകളെയും ഒക്കെ തന്നെ അവിടെ പറയുന്നുണ്ട്. മാത്രവുമല്ല ദാനധർമ്മം ചെയ്യുന്നത് രഹസ്യമായും പരസ്യമായും നിങ്ങൾക്ക് അത് ദാനധർമ്മങ്ങൾ നിർവഹിക്കാം എന്ന് പറയുന്നുണ്ട്. അവിടെ അതിനോടൊപ്പം തന്നെ അള്ളാഹു അവിടെ പിശാചിന്റെ ഒരു വാഗ്ദാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിശാചിന്റെ വാഗ്ദാനം എന്താണ്? അള്ളാഹുവിന്റെ വാഗ്ദാനം, നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ ആ ചിലവഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ മഹത്തായ പ്രതിഫലമുണ്ട്. ഒന്ന് ചിലവഴിച്ചാൽ 700 ഇരട്ടി കിട്ടുമെന്ന് പറയുമ്പോൾ പിശാചിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് അവൻ ചിലവഴിക്കാതിരിക്കാൻ, പിശുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് അവൻ വാഗ്ദാനം ചെയ്യുന്നത്. പിശുക്കിനെ പറഞ്ഞുകൊണ്ട്, ദാരിദ്ര്യത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പിശുക്കാൻ വേണ്ടിയിട്ട് പിശാച് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് 275 മുതൽ 80 വരെയുള്ള വിഷയങ്ങളിൽ അതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾ കടമിടപാട്, അതാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായിട്ടുള്ള ആയത്തുദ്ദൈൻ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ എന്ന് തുടങ്ങുന്ന ഏറ്റവും വലിയ സൂറത്തിലെ ഏറ്റവും വലിയ ആയത്ത് ഉൾക്കൊള്ളുന്ന ജുസ് ആണ് സൂറത്ത് 3-ാമത്തെ ജുസ് എന്നതുകൊണ്ട് തന്നെ കടമിടപാടുകളുമായി ബന്ധപ്പെട്ടാണ് 282, 83 ആയത്തുകൾ പരാമർശിക്കുന്നത്. കടമിടപാടുകളിൽ വിശ്വാസികൾ, മുസ്ലിങ്ങൾ എന്ന നിലക്ക് വലിയ പ്രാധാന്യവും അതോടൊപ്പം തന്നെ ഏറെ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് കടമിടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ കടമിടപാടുകൾ എഴുതി വെക്കണം, സാക്ഷികൾ വേണം. അത് നിങ്ങൾ യാത്രയിലാണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചു വന്നാൽ അതിൻ്റെതായ നിയമപ്രകാരം അത് കൈകാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പലപ്പോഴും വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പരസ്പരം അറിയുന്ന ആളുകൾ എന്ന നിലക്ക് കടം വാങ്ങുകയും കടം കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് എത്രമാത്രം ഈ ആയത്ത് നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾക്കൊരു ബോധമുണ്ടാകണം.
ഈ കടമിടപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രമാത്രം നിങ്ങളെ എഴുതി വെക്കുന്നുണ്ട്, സാക്ഷികളുണ്ട് എന്ന് നമ്മളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വലാ തസ്അമു, നിങ്ങളത് എന്തുകൊണ്ട് നിങ്ങൾ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് പിന്നെ അതിനൊരു കാര്യഗൗരവത്തിൽ എടുക്കുന്നില്ല. എത്ര ചെറുതാണെങ്കിലും അന്തക്തുബു സഗീറൻ ഔ കബീറൻ ഇലാ അജലിഹിന, ചെറുതാവട്ടെ വലുതാവട്ടെ എത്ര നിസ്സാരമായിട്ടുള്ള സംഖ്യയാണെങ്കിലും നിങ്ങൾ കടം കൊടുക്കുന്നത് അത് ഫക്തുബൂഹു, നിങ്ങളത് ഫക്തക്തുബു, അന്തക്തുബു, നിങ്ങളത് എഴുതി വെക്കണം എന്ന് വിശുദ്ധ ഖുർആന് ആ ആയത്തിൽ കൃത്യമായി പോയി. അപ്പൊ നമ്മൾക്കൊരു ബോധമുണ്ടാകുന്നതിന് ഈ ജുസുയിലെ 2 ആയത്തുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഒന്ന് വലിയ ആയത്ത്, അതിന്റെ കൂടെ ഒരു ആയത്ത് കൂടെ അള്ളാഹു ആഡ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. പിന്നീട് അള്ളാഹു പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ 284 ആയത്തിൽ അള്ളാഹു പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു വിചാരണക്കെടുക്കും, എല്ലാം വിചാരണ ചെയ്യുമെന്ന കാര്യമാണ് അള്ളാഹു. അത് ചെറുതാവട്ടെ നിസ്സാരമാകട്ടെ ആരും കാണാതെ ആവട്ടെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, അത് നിങ്ങളിൽ നിന്ന് വിചാരണക്കെടുക്കുന്നതാണ് എന്നുള്ള ഒരു ആയത്ത്. ഇൻ തുബ്ദു, നിങ്ങളെ എന്ത് ചെയ്യാം മറച്ചു വെച്ചാലും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് അവസാനം പറയുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്തിലാണ് അള്ളാഹു ആയത്ത് തന്നെ അള്ളാഹു പറയുന്നത്, ഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറച്ചു വെക്കുന്നതാണെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നതാണെങ്കിലും യുഹാസിബുക്കും ബിഹില്ല, അത് നിങ്ങളെ അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്യും, വിചാരണ ചെയ്യുക ചെയ്യും എന്നും അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി മുസ്ലിം സമൂഹത്തിൽ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, പാരായണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുൽ കുർസി പോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന, പിന്നീട് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള 285 വചനം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. 285 വചനം നമ്മൾക്ക് എന്ത് ചെയ്യുന്നില്ല, അത് പിന്നെ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അത് 285 ആയത്താണ്. ഈ അവിടെ 80 പരം ആയത്തുകൾ ഈ വിശുദ്ധ ഖുർആനില് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ആമന റസൂല് മുതൽ പിന്നീട് നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്നത് സാധിക്കുന്നതിനപ്പുറം നിങ്ങളോട് എന്തില്ല, ഒന്നും കൽപ്പിക്കൂല എന്നാ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താണോ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് അത് മാത്രമേ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ള ഒരു വിഷയം കൂടെ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസികളായിട്ടുള്ള ആളുകളും അവരോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും വിശ്വസിക്കണം, അള്ളാഹുവിലും മലക്കുകളിലും കിതാബുകളിലും എല്ലാം തന്നെ നിങ്ങളും വിശ്വസിക്കണമെന്ന് പറയുന്ന ഭാഗത്തോടു കൂടി ആ ജുസ്ഇലെ ആദ്യ ഭാഗമായിട്ടുള്ള ബഖറയിലെ ആയത്തുകൾ അവസാനിക്കുകയാണ്. എന്നിട്ട് പിന്നീട് വരുന്നത് ആലി ഇംറാനിലെ ചില ഭാഗങ്ങളാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ള നിവേദക സംഘമായി വന്നിട്ടുള്ളവരും അവരോട് നടത്തുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് ദീനിൻ്റെ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. നജ്റാനിൽ നിന്ന് വന്നിട്ടുള്ള നിവേദക സംഘവുമായിട്ട് ആ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ആയത്തിൽ സൂറത്ത് ആലി ഇംറാനിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പിന്നീട് അവിടെ തന്നെയാണ് തൗറാത്തിലും ഇഞ്ചിയിലും ഖുർആനുമായി ബന്ധപ്പെട്ട ഒരേ ആയത്തിൽ ആ ആയത്തുകളെ കുറിച്ച് അവിടെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ മുഹ്കമാത്തും മുതശാബിഹാത്തുമായിട്ടുള്ള സംഗതികളെ, അത് ദൃഢമായിട്ട് ഉള്ള കാര്യങ്ങൾ, അതാണ് മുഹ്കമാത്ത് എന്ന് പറയുന്നത്. മുതശാബിഹാത്തായിട്ടുള്ളത് പരസ്പര സാദൃശ്യമുള്ള കാര്യങ്ങൾ എന്നാണ്. അതിൽ തന്നെ മുതശാബിഹാത്തായിട്ടുള്ളതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെ അവരല്പം വക്രമായി ചിന്തിക്കുന്ന ആളുകളാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവിടെ ബോധ്യപ്പെടുത്തുക. അപ്പൊ മുഹ്കമാത്തുകളായിട്ട് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോവുക, അത് ദൃഢമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങളും വിധമായിട്ടുള്ള കാര്യങ്ങളുമാകുന്നു എന്നും പറയുന്നു. പിന്നീട് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് അടുത്ത ഭാഗത്ത് അതിൻ്റെ കൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് സഹായം കിട്ടിയതും മുസ്ലിങ്ങളെ അതൊരു ദൃഷ്ടാന്തമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പിന്നീട് അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ആ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരായത്ത് സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം. എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിന്റെ ആ പശ്ചാത്തലവും കാര്യമൊക്കെ നമ്മൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് അവിടെ അവർ വിശ്വാസികളായിട്ട് വിശ്വാസം എന്നതിന്റെ ആ ഒരു ദൃഢീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അവരോട് പറയുന്ന, എന്നാൽ നിങ്ങൾ ദുനിയാവുമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പിന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രയാസങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവാം
എന്നുള്ള രൂപത്തിൽ ആ സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത് അതിന് കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആ ഭാഗങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ വേദക്കാരായിട്ടുള്ള ചില ആളുകൾ നടത്തുന്ന ചില വ്യാജ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ വേദഗ്രന്ഥങ്ങളിലെ ചില തട്ടിപ്പുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു വിഷയം ഈ ജുസിന്റെ ആലു ഇംറാനിൽ തന്നെ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവാണ് നിങ്ങൾക്ക് അധികാരം നൽകുന്നതും നിങ്ങളിൽ നിന്ന് അധികാരം എടുത്തു കളയുന്നതും, അവനാണ് നിങ്ങൾക്ക് പ്രതാപം നൽകുന്നതും അവനാണ് നിങ്ങൾക്ക് നിന്ദ്യത നൽകുന്നതും എന്ന് പറഞ്ഞ് അള്ളാഹു ആ ഒരു ആയത്ത് അതിന്റെ കൂടെ തന്നെ പറഞ്ഞു. എന്നാൽ ബദർ കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ വന്നിട്ടാണ് നിങ്ങൾക്ക് അള്ളാഹു പ്രതാപം നൽകുന്നവനും അവനാണ്, നിന്ദ്യത നൽകുന്നവനും അവൻ തന്നെയാണ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബുബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെയും സ്നേഹിക്കണം. മാത്രമല്ല അത്തിയുല്ലാഹ വ അത്തിയു റസൂൽ എന്ന് പറയുന്ന ഭാഗവും അവിടെയാണ്. നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ അതോടൊപ്പം അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ വരുന്നു. തുടർന്ന് വരുന്നത് മറിയം ബീവിയുടെ കഥയും അവരുടെ ഉമ്മയുടെ നേർച്ചയും അവരുടെ ജനനവും വളർച്ചയും സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും അവർക്ക് മകനുണ്ടാകുന്ന യഹിയയുടെ ജനനവും മറിയമിന് മലക്കിന്റെ സന്തോഷ വാർത്തയും മസീഹ് ഈസ വരുന്നതും പിതാവില്ലാതെ ഈസയുടെ ജനനവും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. അതോടൊപ്പം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൃഷ്ടാന്തമായി കൊണ്ട് അബ്രസും അഅ്മയുമായിട്ടുള്ള അന്ധരും വെള്ളപ്പാണ്ടുമുള്ള ആളുകളുടെ അവരുടെ പിന്നെ രോഗശമനം നൽകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതുപോലെ തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്ന ഒരു രൂപം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ ഈസയെ ക്രൂശിച്ചു എന്ന് പറയുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു അവനെ വലാകിൻ ശുബ്ബിയ ലഹും, ക്രൂശിച്ചിട്ടില്ല എന്നാണ്, ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. അവിടെ ഒരു മുബാഹല നടക്കുന്നുണ്ട്. എന്താണ് മുബാഹല എന്ന് നമുക്കറിയാം. ആ മുബാഹലയുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ നിയമങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അവിടെ സവിസ്തരം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് അതിൽ വരുന്നത് ഈ ജൂത ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അഹ്ലി കിതാബുകാരും മുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകൾ യോജിക്കുന്ന ഒന്നിലേക്ക്, അഹ്ലി കിതാബുകാരും മുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകൾ യോജിക്കുന്ന ഖുൽ നബിയെ നീ അവരോട് പറഞ്ഞു കൊടുക്കുക, തആലൗ ഇലാ കലിമത്തിൻ സവാഉൻ ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കിടയും യോജിപ്പുണ്ടാകുന്ന ഒരു കാര്യം. അതെന്താ? അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന കാര്യം. ആ ഒരു കാര്യത്തിൽ ഞങ്ങളും ഒന്നാണ്, അതിലേക്ക് നിങ്ങൾ വരുവിൻ തആലൗ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ഒരായത്താണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ജൂതന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നു ഞങ്ങളുടെ പിതാവാണ്, ക്രൈസ്തവര് അവരും അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിന്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, അദ്ദേഹം ഹൃജുമനസ്കനായിട്ടുള്ള മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നിങ്ങൾ അതിൻ്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അതേ പ്രകാരം പ്രവാചകന്മാരോട് അള്ളാഹു കരാറ് വാങ്ങുന്നു. എന്താ കരാറ്? നിങ്ങൾ റസൂലുകളാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അതോടൊപ്പം ഈ കർമ്മങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നിർവഹിക്കും എന്നുള്ള കരാറ്, നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള കരാറ്, മീസാഖ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോട് അഹദ്, കരാറ് വാങ്ങുന്ന ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെയാണ് പിന്നീട് പറയുന്നത് ഈ മതം എന്ന് പറയുന്നത് സ്വീകാര്യമായിട്ടുള്ള മതം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ളത് ഇസ്ലാം ആകുന്നു. ഇസ്ലാം അല്ലാതെ മതം നിങ്ങളെ ഏതെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അവിടെ തന്നെ പറയുന്നു അവിശ്വാസിയായി മരണപ്പെട്ടുപോയി എങ്കിൽ നിങ്ങളുടെ അവിടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് ഈ സൂറത്തിന്റെ ആ ഭാഗത്ത് വീണ്ടും അവസാനം പറയുന്നത്, ഈ ജുസുവിന്റെ അവസാനത്തിൽ പറയുന്നത്. അപ്പൊ 91 വരെയാണ് ഈ ജുസ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ആലു ഇംറാനിന്റെ 91 വരെ, ബഖറയുടെ 252 മുതൽ തുടങ്ങിയിട്ട് 253 മുതൽ തുടങ്ങി ആലു ഇംറാനിന്റെ 91 വരെയാണ് ഈ ജുസ് ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ജുസ് ഉൾക്കൊള്ളുന്നത്. അതിൽ തന്നെ ഈ മറിയം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം എന്നിവരെ പറ്റിയൊക്കെ തന്നെ മറ്റ് സൂറത്തുകളിൽ ഈ ജുസുകളിലുള്ളതിനേക്കാൾ സവിസ്തരമായിക്കൊണ്ട് അവരുടെ ചരിത്രങ്ങളും അവരുടെ സംഭവങ്ങളും രാജാവുമായി തർക്കിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെ
തന്നെ ഈ ജുസ് ഇത്തരത്തിലുള്ള പ്രാധാന്യമുള്ള ഒരു ജുസ് ആണ്. ആയത്തുൽ കുർസിയും ആയത്തുദ്ദൈനും അടങ്ങുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു ജുസ് ആണ് സൂറത്ത് ബഖറയിലും ആലുംറാനിലുമായി ഉൾക്കൊള്ളുന്ന 3-ാമത്തെ ജുസ് എന്ന് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. വാഹിർ ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, അൻസാർ മൗലവി ഇവിടെ ഈ ജുസിൻ്റെ മൊത്തത്തിലുള്ള കണ്ടന്റ് പരാമർശിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രാധാന്യപൂർവം പരാമർശിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് അല്പസമയമെടുത്ത് നിങ്ങളുമായി സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത്. ഈ ആയത്തുൽ കുർസി അള്ളാഹുവിൻ്റെ പരമാധികാരം അതുമായി ബന്ധപ്പെട്ടാണ് ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം ഫദായിലുകൾ, ഈ ആയത്തിൻ്റെ ഫദായിലുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ആ ഫദായിലുകളെ മുഴുവനായിട്ട് നമുക്ക് പരാമർശിക്കാൻ ഇവിടെ പ്രയാസമുണ്ട്. ചിലപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നമ്മുടെ ആളുകളിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൻഷാ അല്ലാഹ് ഇതിവിടെ കാണിക്കും. എല്ലാ നമസ്കാരത്തിനും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പിന്നെ തടസ്സമായി നിൽക്കുന്നത് അയാൾ മരിച്ചിട്ടില്ല എന്നത് മാത്രമാണ്. എന്ന് വെച്ചാൽ മരിച്ചാൽ ഉടനെ അയാൾ സ്വർഗാവകാശിയായി മാറും എന്നർത്ഥം. അഅ്ലമു ആയത്തിൻ ഫിൽ ഖുർആൻ എന്ന പ്രയോഗം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അഅ്ലമു ആയത്തിൻ ഫിൽ ഖുർആൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബത്തുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതിൻ്റെ ഫലായിൽപ്പെട്ട ഒരു ഹദീസാണ് ഇവിടെ പരാമർശിച്ചുള്ളത്. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ല സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലി അൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്. ഇബ്നു ഹിബ്ബാനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണത്. അൽ കുർസി എന്ന വാക്ക് ഒറ്റ തവണ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചത്. അത് ഈ ആയത്തിലാണ്. ഈ ആയത്തിനെ ഇത്രയും മഹത്തായ ആയത്ത് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ ഒന്ന് അതിലെ പ്രതിപാദന വിഷയങ്ങളാണ്. ഇവിടെ കാണുന്നത് പോലെ തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന തൗഹീദിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ പരാമർശിക്കുന്നു എന്നതാണ്. ഒന്ന് തൗഹീദുൽ അസ്മാ വസിഫാത്ത്, അള്ളാഹുവിൻ്റെ ഗുണനാമ വിശേഷണങ്ങൾ. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ദൈവം നിർഗുണനാണെന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് എന്ന് പറഞ്ഞുകൂടാ, ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം നിർഗുണനാണ് എന്ന്. എന്നാൽ അള്ളാഹുവിൻ്റെ കലാമിൽ അള്ളാഹു അവനെക്കുറിച്ച് പറയുന്നത് സർവഗുണ സമ്പന്നനാണ് എന്ന്. ഹദീസുകളിൽ ധാരാളമായി അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അവൻ്റെ അസ്മാകൾ വന്നിട്ടുണ്ട്. ആ സിഫത്തുകളിലും അസ്മാകളിലും അതിൻ്റെ പൂർണ്ണമായ അവകാശി അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. പ്രത്യേകിച്ചും അലിഫ്ലാം ചേർത്ത് പറയുമ്പോൾ റഹീം എന്ന സിഫത്ത് അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക്, പ്രത്യേകിച്ചും അള്ളാഹു തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പതിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിശേഷണമാണ്. പക്ഷേ അവിടെ അർ റഹീം എന്ന് ചേർത്തിട്ടില്ല. റഊഫ് എന്ന പ്രയോഗം കാണാം ഖുർആനിൽ അള്ളാഹു അല്ലാത്തവർക്ക്. പക്ഷേ അവിടെ അലിഫ്ലാം ചേർത്ത് അർ റഊഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മാത്രം സിഫത്താണ്. തൗഹീദുൽ ഉലൂഹിയ ഇതിൽ വളരെ ചുരുക്കി പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തൗഹീദിൽ അതാണല്ലോ. മറ്റൊന്ന് തൗഹീദുർ റുബൂബിയ്യ, സൃഷ്ടി പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന
അതിൽ അള്ളാഹുവിന് ആരുടെയും സഹായമില്ലാത്ത അള്ളാഹു തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തെക്കുറിച്ചാണ് തൗഹീദുർ റുബൂബിയ എന്ന് പറയുന്നത്. തൗഹീദുൽ അഫ്ആൽ, അള്ളാഹുവിൻ്റെ മാത്രം പ്രവർത്തനങ്ങൾ, മറ്റൊരാൾക്കും പങ്കാളിത്തമില്ലാത്ത അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കലിമത്തു തൗഹീദ് എന്ന് നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവിടെ ഹു എന്നിടത്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരൊറ്റ പരാമർശം തന്നെ ഈ ആയത്തിനെ അതിൻ്റെ ഏറ്റവും മികവുറ്റ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. മഹാനായ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ നീ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തരണം, മറ്റാർക്കും അറിയാത്ത, മറ്റാരും കാര്യമായി പ്രയോഗിക്കാത്തൊരു ദിക്ർ. അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നത് നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞോ എന്ന്. അപ്പം അദ്ദേഹം പരിതപിക്കുന്നുണ്ട്, പടച്ചോനെ അതെല്ലാവരും പറയുന്ന ഒരു കാര്യമല്ലേ, അതിലെന്താ അത്ര പുതുമ? പക്ഷെ മൂസ ഈ ലാ ഇലാഹ ഇല്ലല്ലയെ തുലാസിൻ്റെ ഒരു തട്ടിലും മഹാപ്രപഞ്ചത്തൊന്നാകെ മറുതട്ടിലും വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ മികച്ചു നിൽക്കും എന്നാണ് അതിന് അള്ളാഹു നൽകിയിട്ടുള്ള മറുപടി. ഒരു ഹിന്ദു വക്കീൽ ഒരു കേസിൽ വാദിക്കുകയാണ്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുസ്ലിമാണ്. അവിടെ കോടതി വിചാരണ നടക്കുമ്പോൾ ഹിന്ദു വക്കീൽ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഒരാൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകില്ലേ? ആകും എന്ന് പറഞ്ഞാൽ ഈ കക്ഷി കേസിൽ തോൽക്കും. അയാളൊന്നും മിണ്ടിയില്ല. പിന്നെയും ഈ ഹിന്ദു വക്കീൽ ചോദ്യം ആവർത്തിച്ചു. ചോദ്യം ആവർത്തിക്കുമ്പോഴൊക്കെ ഒരാൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകില്ലേ എന്നാണ്. അയാൾ പലതവണ അത് ആവർത്തിച്ചപ്പോൾ ഈ മുസ്ലിയാർ പറഞ്ഞു, അത്രേ നീ ഇപ്പോൾ ഇത് പലവട്ടം ആവർത്തിച്ചല്ലോ, നീ മുസ്ലിമായോ? അതോടുകൂടി ആ കേസ് അവിടെ അവസാനിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് നാവുകൊണ്ട് പറയുക എന്നതല്ല അവിടുത്തെ വിഷയം, എങ്ങനെ പറയുന്നു എന്നതാണ്. ഒരാളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് അയാൾ ആ പരാമർശം നടത്തുന്നതെങ്കിൽ അത് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകും. അത് സംബന്ധമായി ധാരാളം വിഷയങ്ങൾ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ അതിൻ്റെ ശരിയായ വിധത്തിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് സ്വർഗത്തിന് വാതിൽ തുറന്നു കൊടുക്കും. ദഖലൽ ജന്ന എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, സ്വർഗത്തിന് വാതിൽ അയാൾക്ക് തുറന്നു കൊടുക്കും. പിന്നീട് ബാക്കി താഴേക്ക് നമ്മൾ വരുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായവനാണ് അല്ലാഹ്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. സൃഷ്ടികളൊക്കെ അവർക്കൊരു തുടക്കമുണ്ട്, അവർ ജനിച്ച സൃഷ്ടിക്കപ്പെട്ട ഒരു തുടക്കമുണ്ട്, ഒരു 1-ാം തീയതിയുണ്ട്. അവർക്കൊക്കെയും ഒരു ഒടുക്കവും മരണവും നാശവുമുണ്ട്. ഇതൊന്നുമില്ലാത്ത അൽ അവ്വൽ അൽ ആഖിർ, എന്നെന്നുമുള്ളവൻ. എന്നെന്നും എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒന്നില്ല. എന്നെന്നും നിലനിൽക്കുന്നവൻ, ശേഷം മറ്റൊന്നില്ല. അൽ ഹയ്യ് എന്ന വിശേഷണം അവൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകിക്കൂടാത്തതാണ്. ചിരഞ്ജീവി എന്ന് പറയുന്ന ഒരു സിനിമാ നടനുണ്ട്. അയാളുടെ ചിരഞ്ജീവി എന്നാണല്ലോ പേര്. എന്താ വാക്കിൻ്റെ അർത്ഥം? ചിരകാലം ജീവിക്കുന്നവൻ. പക്ഷെ അയാൾ ജനിച്ചു വീണവനാണ്, അയാൾക്കൊരു അവധിയുണ്ട്, ആ അവധി എത്തിയാൽ അയാൾ മരിക്കും. അൽ ഹയ്യ് എന്ന വിശേഷണം പടച്ച റബ്ബിന് മാത്രം യോജിച്ച ഒരു കാര്യമാണ്. അൽ ഖയ്യൂം, അവൻ സർവ്വതിൻ്റെയും നിയന്താവാണ്. ഏതെങ്കിലും ഒരു ഭാഗമല്ല. ഒരു ഓഫീസിലെ നിയന്ത്രണം, ഒരു കമ്പനിയുടെ നിയന്ത്രണം, നമ്മുടെ വീടിൻ്റെ മേധാവിത്വം, കുടുംബത്തിൻ്റെ നേതൃത്വം, ഇങ്ങനെ പരിമിതമാണ് മനുഷ്യർക്ക് നൽകപ്പെട്ട അധികാരങ്ങൾ. അള്ളാഹുവിൻ്റെ അധികാരം എന്ന് പറയുന്നത് പരിമിതികളില്ലാത്തതാണ്. സകലതിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളെയും ചേർത്ത് ഒരു ദിക്ർ പഠിപ്പിക്കുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്
അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായവനെ. ഹദ്ദാദിലോ ഖുത്റാത്തീബിലോ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗമുണ്ട്. പക്ഷെ പിന്നീട് നടക്കുന്നതൊക്കെ ഈ ഹയ്യും ഖയ്യൂമുമായ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ ഈ പ്രാർത്ഥനയിൽ, ഈ ദിക്റിൽ യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം അർത്ഥിക്കുന്നു. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണ് ചിമ്മുന്ന സമയം പോലും നീ എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ. ഒരു കണ്ണ് ചിമ്മി തുറക്കാൻ എത്ര സമയമാണ് ഒരു മനുഷ്യന്? ആ സമയം പോലും നമ്മുടെ കാര്യം അള്ളാഹു നമ്മളെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ കുഴഞ്ഞു വീഴും. ഈ അടുത്താണ് ഞാൻ ആറ്റോ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗം കേട്ടത്. അതിൻ്റെ മുമ്പ് നാനോ സെക്കൻഡ് എന്നൊക്കെ കേട്ടിരുന്നു. അടുത്ത കാലത്താണ് ആറ്റോ സെക്കൻഡ് എന്ന് പറയുന്നത്. സമയത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് അത്ര അത്. അത്ര സമയം പോലും മനുഷ്യന് പടച്ച റബ്ബ് അവൻ്റെ കൺട്രോൾ വിട്ടു കഴിഞ്ഞാൽ നിലനിൽക്കാൻ കഴിയില്ല. അവൻ തന്ന വായു, അവൻ തന്ന വെള്ളം, അവൻ തന്ന ജീവൻ, ഹൃദയം മിടിപ്പിക്കുന്നത് അവനാണ്. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. സ്വന്തം ശരീരത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തന്നെ എത്ര ശതമാനം ഉണ്ടാവും നമ്മുടെ നിയന്ത്രണത്തിൽ? നമ്മൾ ജീവിക്കുന്ന സമയം അത്രയും നമുക്ക് കണ്ണ് ചിമ്മി തുറക്കാം, നാവ് കൊണ്ട് സംസാരിക്കാം, ചുണ്ടുകൾ ചലിപ്പിക്കാം. അത് തന്നെയും പടച്ചവൻ പിൻവലിച്ചാലോ പിന്നെ അത് സ്റ്റക്കായി, പിന്നെ അനങ്ങൂല. ഇപ്പം ഈ സാധനം നിൽക്കുന്നത് പോലെ തന്നെ പിന്നെ അത് അനങ്ങൂല. അപ്പം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ സർവ്വതിൻ്റെയും നിയന്ത്രണം. അതുകൊണ്ടാണ് ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ മിടിപ്പ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നമ്മളെ ഏൽപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. നിനക്ക് ജീവിക്കണമെങ്കിൽ നിന്റെ ഹൃദയം നീ തന്നെ മിടിപ്പിച്ചോ. നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? മറ്റൊരു ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല. കാരണം സെക്കൻഡിൽ ഇത്ര തവണ അല്ലെങ്കിൽ മിനിറ്റിൽ ഇത്ര തവണ അത് പൂർത്തിയാക്കണം ഈ മിടിപ്പ്, ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം താളം തെറ്റും. അതുകൊണ്ട് ആ വിധത്തിൽ അത് നിയന്ത്രിക്കുമ്പോൾ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാൻ മനുഷ്യർക്ക് കഴിയില്ല. പക്ഷേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ രൂപപ്പെട്ട് അവിടെ ഹൃദയം സംവിധാനിക്കപ്പെട്ട ആ സമയം മുതൽക്ക് നമ്മുടെ അവസാന ശ്വാസം നിലക്കുന്നത് വരെയും ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് 100 വയസ്സ് ജീവിക്കുന്ന മനുഷ്യനും മിനിറ്റിൽ 70 തവണ വെച്ചിട്ട് എത്ര തവണ മിടിക്കുന്നുണ്ടാകും? പടച്ച റബ്ബിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഒക്കെയും കൺട്രോൾ. അതുകൊണ്ട് ഹയ്യും ഖയ്യൂമുമായ ആ റബ്ബിനോട് പറയാണ്, പടച്ചോനെ എൻ്റെ കാര്യം ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ ഏൽപ്പിക്കരുതേ. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ദിക്ർ കൂടെയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നത്. അപ്പോൾ മുദബ്ബിറുൽ ആലം എന്നൊരു പ്രയോഗം അടുത്ത കാലത്താണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. ആരിലേക്ക് ചേർത്തിട്ടാ മുദബ്ബിറുൽ ആലം എന്ന ഒരു പ്രയോഗം നമ്മൾ കേട്ടു തുടങ്ങിയത്? CM മടവൂരിലേക്ക് ചേർത്തിട്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പോലും വിശുദ്ധ ഖുർആന്റെ സൂറത്തു നാസിയാത്തിലെ ഒരു ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചില ഔലിയാക്കൾക്കൊക്കെ പ്രപഞ്ചത്തിന് നിയന്ത്രണം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ വിശദീകരണത്തിലൊന്നും പ്രപഞ്ചത്തിന്റെ ഒന്നാകെയുള്ള നിയന്ത്രണം ഔലിയാക്കളെ ഏൽപ്പിച്ചു എന്ന് കിട്ടൂല. ഔലിയാക്കളെ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിക്കപ്പെട്ട മലക്കയുടെ കാര്യത്തിൽ പോലും അവ പ്രപഞ്ചം മുഴുവൻ ഒന്നാകെ നിയന്ത്രിക്കുന്നു എന്ന് കിട്ടൂല. എവിടെയാണോ ഏൽപ്പിക്കപ്പെട്ടത് അവിടെ മാത്രം മുദബ്ബിറാത്താണ്. മഴ പെയ്യിപ്പിക്കാൻ മറ്റതുപോലെയുള്ള വിഷയങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കൾക്ക് അതിനപ്പുറത്തിന് നിയന്ത്രണമില്ല. ആ നിയന്ത്രണം മുഴുക്കെ നമ്മൾ സയൻസ് പരിശോധിച്ചാൽ ബൃഹത്തായ സങ്കീർണമായ നമ്മുടെ പ്രപഞ്ചം, സൗരയൂഥം, ആ സൗരയൂഥത്തിലെ നമ്മുടെ ഭൂമി, സൗരയൂഥത്തിനപ്പുറത്തുള്ള കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങൾ, അവയെല്ലാം കൂടെ ചേർത്ത് പറയുന്ന മിൽക്കി വേ ക്ലസ്റ്റർ പോലെയുള്ള കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം പടച്ച റബ്ബിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് മുദബ്ബിറുൽ ആലം എന്നത് പടച്ചവൻ മാത്രമാണ്. അതിൻ്റെ പരമാധികാരി അള്ളാഹുവാണ്. ഒരാൾക്കും ആ ഉത്തരവാദിത്തം പടച്ച റബ്ബ് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഏൽപ്പിച്ചു കൊടുത്താലോ നമ്മുടെ കാര്യം കഷ്ടമാണ്. ഇപ്പൊ CM മടവൂരിനെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക, മുദബ്ബിറുൽ ആലം നിങ്ങളായിക്കോന്ന്
എന്ന് വിചാരിക്കുക, നമ്മൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും അയാൾ തടഞ്ഞു വെക്കും. കാരണം നമ്മൾ അയാളുടെ വിലായത്തിന് അംഗീകരിക്കുന്നില്ല. അയാളുടെ പേരിൽ പറയപ്പെടുന്ന കറാമത്തിന്റെ കള്ളക്കഥകൾ നമ്മൾ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ നിരന്തരമായി നമ്മൾ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പടച്ച റബ്ബ്, റഹ്മാനായ റബ്ബ് തന്നെ മുദബ്ബിറുൽ ആലം ആവണം എന്നർത്ഥം. അങ്ങനെയുള്ള റബ്ബിന് എപ്പോഴെങ്കിലും ഒരു ക്ഷീണോ ഉറക്കോ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? എൻ്റെ നാട്ടിൽ ഒരു ഫ്ലോർ മില്ലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കില്ല, മരണപ്പെട്ടു പോയി. അത് വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് ചില ആവശ്യങ്ങൾ വന്നപ്പോൾ ബെൽറ്റ് എടുത്ത് ചാടി. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബെൽറ്റിൻ്റെ മുകളിലൂടെ കാല് വെച്ചിട്ട് അയാൾ അപ്പുറത്തേക്ക് ചാടിയതാണ്. കാല് ബെൽറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അയാൾ അമർന്നടിച്ച് വീണു. വലിയ അപകടം പറ്റി. കുറേ കാലം അയാൾ ഇരുന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ. പിന്നീട് അതിനും പറ്റാതെ പോയി, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ പ്രവർത്തകനായിട്ട് ഉണ്ട്. ഒരു ചെറിയ ചുമരിനകത്തുള്ള ഒരു മില്ല് നിയന്ത്രിക്കുമ്പോഴേക്കും, ചെറിയ അശ്രദ്ധ വരുമ്പോഴേക്കും വലിയ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. മംഗലാപുരത്ത് ഒരു വിമാന അപകടം ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ലാൻഡ് ചെയ്യുന്ന അതിൻ്റെ അവസാന സമയത്ത് ഇയാളൊന്ന് കണ്ണ് മാളിപ്പോയി. ഇത് അതിൻ്റെ പരിധി വിട്ട് പുറത്തേക്ക് ചാടി. ആ വിമാനത്തിലുണ്ടായിരുന്ന 300ഓളം ആളുകൾ കത്തിയാണ് മരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന റബ്ബ് എങ്ങാനും ഉറങ്ങിയാൽ, ഒരു ചെറിയ അശ്രദ്ധ എങ്ങാനും വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? പേടിക്കണ്ട. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. പടച്ച റബ്ബിനെ ഒരു ഉറക്കമോ മയക്കമോ പിടികൂടിയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആ റബ്ബിന്റെ കയ്യിലാണ് ആകാശങ്ങളിലുള്ള സകലതും ഭൂമിയിലുള്ള സകലതും. പരമാധികാരം അവന്റെ കയ്യിലാണ് എന്നർത്ഥം. അപ്പൊ ആരുടെ കയ്യിലാണോ പരമാധികാരമുള്ളത്, ആരുടെ കയ്യിലാണോ ഉടമസ്ഥതയുള്ളത്, ആ മാലിക്കിന്റെ മുമ്പിലാണ് മനുഷ്യർ ഇബാദത്ത് നിർവഹിക്കേണ്ടത്. സുഹൃത്തു സഭയിൽ ഒരായത്ത് ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് വായിച്ചു പോവാണ്. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാ ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദി വമാ ലഹും ഫീഹാ മിൻ ശിർക്ക് വമാ ലഹു മിൻഹും മിൻ ലഹീർ. അല്ലാഹു അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ചിലത് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത്. എങ്കിൽ അവരുടെ കയ്യിൽ ലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല, മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു തരിമ്പ് പോലും, ഒരു പൊടിത്തൂക്ക് എന്ന് പറയില്ലേ നമ്മൾ, വാഹനം പോകുമ്പോൾ പൊടി ഉയർന്നു പൊന്തുമ്പോൾ അതിലൊരു തരി, അത്ര പോലും അള്ളാഹു അല്ലാത്തവരുടെ മിൽക്കിൽ ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് അവരോട് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നതിൽ എന്താണ് അവർക്ക് തരാൻ കഴിയുക? അവനവന്റെ കയ്യിലുള്ളതല്ലേ കൊടുക്കുക, അവന്റെ കയ്യിൽ ഇല്ല, അവർക്കതിന് അധികാരമില്ല. അതുകൊണ്ട് അധികാരമുള്ളവന്റെ നേരെ, കൊടുക്കാൻ സന്നദ്ധനാവന്റെ നേരെ കൈനീട്ടണം എന്ന തൗഹീദാണ് നമുക്ക് പ്രധാനമായും ഈ ഭാഗത്തുനിന്ന് ലഭിക്കാൻ പോകുന്നത്. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ആ പരമാധികാരിയുടെ മുമ്പിൽ അവന്റെ അനുമതിയില്ലാതെ ശുപാർശ പറയാൻ ആരുണ്ട്? എന്താ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടത്? ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പൊ അള്ളാഹു ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഉണ്ട്. ഹദീസുകളിൽ വന്നിട്ടില്ലേ? ഉണ്ട്. അത് അള്ളാഹുവിന്റെ ഇതിനോടുകൂടി നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു ആർക്കൊക്കെ ഇതിന് നൽകിയിട്ടുണ്ടോ അവർക്ക് മാത്രമേ ശുപാർശ പറയാൻ പറ്റുള്ളൂ. ഇതിന് എന്നതിന് കേവലം സമ്മതം എന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു എച്ച്എമ്മിനോട് ഇന്ന് ഞാൻ ഉച്ചക്ക് ലീവ് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് സമ്മതം തന്നു. ഇനി സമ്മതം തന്നില്ല എന്ന് വിചാരിക്കുക, എനിക്ക് പോരാൻ കഴിയില്ലേ? പോരാൻ കഴിയും. പിന്നെ മറ്റ് നടപടികളൊക്കെ അയാൾക്ക് എടുക്കാം. പക്ഷെ പടച്ച തമ്പുരാൻ ഇതിന് നൽകിയിട്ടില്ലെങ്കിൽ ആ ഇതിനപ്പുറത്ത് ഇയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയില്ല, അനങ്ങാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആർക്കാണോ അള്ളാഹു ഇതിന് നൽകുന്നത് അവർക്ക് മാത്രമേ അള്ളാഹുവിനോട് ശുപാർശ പറയാൻ പറ്റൂ. അത് തന്നെയും അള്ളാഹു ഇങ്ങനെ വരമ്പ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുക, ഇന്ന ഇന്ന ആളുകൾക്ക്. എല്ലാ അണ്ടനും മടകോടനും കിട്ടുന്ന ഒന്നല്ല അള്ളാഹുവിൽ നിന്നുള്ള ഷഫായത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഷഫായത്തിന്റെ ഗുണം. അള്ളാഹു നിശ്ചയിച്ച ആളുകൾ, അള്ളാഹുവിന് ഇതിന് ലഭിച്ച ആളുകൾ ശുപാർശ പറയും. ആ ശുപാർശയുടെ ഫലം ലഭിക്കുന്നത് ഇതുപോലെ അള്ളാഹു നിശ്ചയിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും.
അതുകൊണ്ട് എൻ്റെ മുരീദാരും നരകത്തിയിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്നൊരാൾ പറഞ്ഞാൽ അത് ഈ പറഞ്ഞതിലേക്കുള്ള കടന്നുകയറ്റമാണ്. അള്ളാഹുവിന് അങ്ങനെ ആരോടെങ്കിലും ഒരു ബാധ്യത ഉണ്ടെങ്കിലല്ലേ. ഇപ്പോ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു, ക്ഷമിക്കണം, ഞാൻ ഇപ്പോഴുള്ള ചില ചർച്ചകൾ വെച്ചിട്ടല്ല ആ വിഷയം പറഞ്ഞ കേട്ടോ. ഒരാൾ മുഖ്യമന്ത്രിയാണ്, ആ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ അയാളുടെ മകന് കഴിയില്ലേ? കഴിയും. മകൻ മുഖ്യമന്ത്രിയായാൽ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ ബാപ്പാക്ക് കഴിയും. ബാപ്പ മുഖ്യമന്ത്രിയായാൽ പ്രധാനമന്ത്രിയായാൽ ബാപ്പയെ സ്വാധീനിക്കാൻ മകന് കഴിയും. ഭർത്താവ് ഈ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഭർത്താവിനെ സ്വാധീനിക്കാൻ ഭാര്യയ്ക്ക് കഴിയും. ഭാര്യ വന്നാൽ ഭർത്താവിനും കഴിയും. പലപ്പോഴും അങ്ങനെയുള്ള രംഗത്തൊക്കെ നമ്മൾ പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് പറയാറുണ്ട് അല്ലേ. പടച്ച റബ്ബിന് അങ്ങനെ ആരോടെങ്കിലും ഒരു ബാധ്യതയുണ്ടോ? ഞാനിങ്ങനെ മുന്നിൽ നിന്നോളാം, ബാക്കി കാര്യങ്ങളൊക്കെ നീ നിയന്ത്രിച്ചോ, നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും കടപ്പെട്ട വിധത്തിൽ ഒരു ഉത്തരവാദിത്വം പടച്ചവനുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ എൻ്റെ മുരീദുമാരാണ്, അതുകൊണ്ട് ഇവർക്ക് സ്വർഗം കൊടുത്തേ പറ്റൂ എന്ന് അള്ളാഹുവിനോട് വാശി പിടിക്കാമായിരുന്നു. അങ്ങനെ ഒരാളും ഇല്ല എന്നത് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ കൈകടത്താൻ പലരും ഈ കാലം വരെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗം വല്ലാതെ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു സാധാ പോലീസുകാരൻ ഒരു കുറ്റവാളിക്കെതിരെ നടപടിയെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ രാഷ്ട്രീയക്കാർ വിളിക്കും, ഇത് ഞങ്ങളുടെ ആളാണ്, വിടണം. ഇനി അയാൾ ഈ ശുപാർശ അംഗീകരിച്ചില്ലെങ്കിലോ പിറ്റേന്ന് അയാൾക്ക് സ്ഥലമാറ്റം ഉണ്ടാകും, അയാൾക്കെതിരെ മറ്റ് രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടാകും. പടച്ച റബ്ബിനെതിരെ ഇങ്ങനെ നടപടിയെടുക്കാൻ, പടച്ചവന്റെ അധികാരത്തിൽ ഇനി നീ ഇരിക്കണ്ട, നീ കസാരയിൽ ഇരിക്കണ്ട എന്ന് പറയാൻ അവകാശമുള്ള ആരെങ്കിലും ഉണ്ടാവണ്ടേ? ഇല്ല. അതുകൊണ്ട് മങ്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചാൽ തന്നെയും നമ്മുടെ ഖൗം ശിർക്കിൽ നിന്ന് രക്ഷപ്പെടും, തെറ്റായ ചിന്തകളിൽ നിന്ന് അവർ മാറും, ശരിയായ തൗഹീദിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിക്കുകയും ചെയ്യും. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവിടെ സൂചിപ്പിക്കുന്നത് അറിവിൻ്റെയും പരമാധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അറിവിൻ്റെയും പരമാധികാരം ആർക്കൊക്കെ അള്ളാഹു അത് വിട്ടുകൊടുക്കുന്നു, ഏതൊക്കെ വിഷയത്തിൽ വിട്ടുകൊടുക്കുന്നു, ആ വിഷയത്തിൽ മാത്രമേ മനുഷ്യന് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മതി, ഇത്രയും മതി എന്ന് പറഞ്ഞ് അള്ളാഹു ഒരു പരിധി വെച്ചാൽ അതിനപ്പുറത്തൊരു ഗവേഷണം ഫലപ്പെടാതെ പോകും. അതിനപ്പുറത്തുള്ള ഒരു വിഷയവും, അതിനെയാണ് നമ്മൾ ഗൈബ് എന്ന് പറയുന്നത്. ഗൈബ് പല വിധത്തിലുണ്ട്. ഒന്ന് അപേക്ഷികമായ ഗൈബുണ്ട്. ഇതിനപ്പുറത്തുള്ള, ഈ ചുമന് അപ്പുറത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാതെ കാണാൻ പറ്റില്ല. അങ്ങനെയുണ്ട് ഗൈബ്, അത് ആപേക്ഷികമാണ്. എന്നാൽ അതിനപ്പുറത്ത് പടച്ച റബ്ബിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ട ഗൈബുണ്ട്. ആ ഗൈബിലേക്ക് കടന്നു കയറാൻ മനുഷ്യന് നൽകപ്പെട്ട ഒരു വിജ്ഞാന ശാഖയും മതിയാവില്ല. അതിൻ്റെ പരമാധികാരി അള്ളാഹുവാണ്. അതിലേക്കാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഖദറിനെ ചേർത്ത് വെക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്നുണ്ടല്ലോ, ആ വിധിയെ ഖലായിനെയും ഖദറിനെയും ചേർത്ത് വെക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആ ഇൽമിലേക്കാണ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്, ഈ ആയത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ട ഒരു ഭാഗമാണത്. വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർള്. എന്താണ് നമ്മൾ കുർസി എന്നതിന് അർത്ഥം പറയാം? ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് എന്തിലാ? അറബി ഭാഷയിൽ എന്താണ് ഇതിന് പറയാം? കുർസി എന്ന് പറയും. പക്ഷേ അറബി ഭാഷാ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് കുർസി എന്ന് പറഞ്ഞാൽ കാല് വെക്കുന്ന സ്ഥലം എന്നാണ്. കാല് വെക്കുന്ന സ്ഥലം. അതുകൊണ്ട് കുർസിയിന് മലയാള പരിഭാഷകളിൽ അള്ളാഹുവിൻ്റെ പരമാധികാരം എന്ന അർത്ഥത്തിൽ കുർസി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർള് എന്നാണല്ലോ ഉപയോഗിച്ചത്. അപ്പം അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയാണ് ഇവിടെ കുറിക്കുന്നത് എന്ന് അതിനൊരു വ്യാഖ്യാന രൂപേണയുള്ള ഒരു അർത്ഥം നൽകിയിട്ടുണ്ട്. പക്ഷേ സലഫു സാലിഹ്യങ്ങളുടെ പൊതു നിലപാട് ഇത്തരം വിഷയങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല, ഇങ്ങനെ മറ്റൊന്നാണ് എന്ന് അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പറഞ്ഞു തരാത്തിടത്തോളം കാലം എന്താണോ അതിന് പറയേണ്ടത്, ആ വാക്കിന് എന്താണോ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം, ആ അർത്ഥം തന്നെ വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കുർസി നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ പാദപീഠം എന്നാണ് തഫ്സീറുകൾ പരിശോധിച്ചാൽ അതിന് നമുക്ക് കിട്ടുന്ന മൗദിഉൽ ഖദമൈൻ, മൗദിഉ അൽ ഖദമൈൻ, അള്ളാഹുവിൻ്റെ പാദപീഠം എന്നാണ് കുർസിന് നമുക്ക് നൽകാവുന്ന ഒരു അർത്ഥം മലയാളത്തിൽ. ആ പാദപീഠം തന്നെ ആകാശഭൂമികളെ ഒന്നാകെ വലയം ചെയ്യുന്ന അത്രയും വിശാലമാണ്, അത്രയും വലിപ്പമുള്ളതാണ്.
അർഷിനെ കുറിച്ചുള്ള പരാമർശം കാണാം ഖുർആനിൽ. എന്താണ് അർഷ്? അർഷും കുർസിയും ഒന്നാണ് എന്ന ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. പക്ഷേ ഹദീസുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അതിന് റസൂലുള്ളാഹി നൽകുന്ന ആദ്യം കുർസി എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. കുർസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം, അതിൻ്റെ രൂപമല്ല പറയുന്നത്, അതിൻ്റെ വലിപ്പം. ആകാശഭൂമികൾ ഒന്നാകെ, ഈ മഹാപ്രപഞ്ചം ഒന്നാകെ അള്ളാഹുവിൻ്റെ കുർസിയിൻ്റെ മുമ്പിൽ വച്ചാൽ വിശാലമായ മണൽപ്പരപ്പിൽ, മരുപ്പരപ്പിൽ എറിയപ്പെട്ട ഒരു നാണയത്തുട്ടുപോലെ ഈ മഹാപ്രപഞ്ചം, സങ്കീർണമായ ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ കുർസിയിൻ്റെ മുമ്പിൽ നിസ്സാരമാണ്. ആ കുർസിയിനെ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മുമ്പിൽ വെച്ചാൽ അർഷിൻ്റെ മുമ്പിൽ കുർസി എത്ര ചെറുതാണ്? നേരത്തെ പറഞ്ഞതുപോലെ കുർസിൻ്റെ മുമ്പിൽ ആകാശഭൂമികളൊക്കെ എത്ര ചെറുതാണോ അത്രയും ചെറുതാണ് കുർസി അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മുമ്പിൽ. അർഷിന് എന്താ നമ്മൾ അർത്ഥം പറയാം? അള്ളാഹുവിൻ്റെ അർഷിന് എന്താ നമ്മൾ അർത്ഥം പറയാം? സിംഹാസനം അല്ലേ? അങ്ങനെ തന്നെയല്ലേ പരിഭാഷകളിലൊക്കെ വന്നത്. ഞാനത് ഇത് പഠിച്ചു നോക്കുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാവുക. സിംഹം, ആസനം, ആ രണ്ട് പദം കൂടെ ചേരുമ്പോഴാണല്ലോ സിംഹാസനം എന്ന് വരിക. അള്ളാഹുവിൻ്റെ അർഷിന് അങ്ങനെ ഒരു പദപ്രയോഗം പറ്റുമോ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് രാജപീഠം എന്ന് പറയാം. കുർസി അർഷിന് അള്ളാഹുവിൻ്റെ രാജപീഠം. ആ അർഷാകുന്ന അള്ളാഹുവിൻ്റെ രാജപീഠത്തിൽ അള്ളാഹു ഇസ്തിവ ആകുന്നു. കുർസി അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ പാദപീഠമാണ്. അത് ഇത്രയും പ്രവിശാലമായ ഈ പ്രപഞ്ചത്തെ അങ്ങേയറ്റം നിസ്സാരമാക്കുന്ന മണപ്പരപ്പിൽ കിടക്കുന്ന ഒരു നാണയത്തുട്ടുപോലെ അർഷിന്റെ മുമ്പിൽ കുർസിയും, കുർസിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചവും ചെറുതാണെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന്റെ കയ്യിലെ പരമാധികാരം എത്രയാണ്, അവന്റെ ആധിപത്യത്തിന്റെ അളവ് എത്രയാണ് നമുക്ക് തൂക്കിക്കണക്കാക്കാൻ കഴിയില്ല. ആ പരമാധികാരിയുടെ വിനീതരായ ദാസന്മാരായി നമ്മൾ മാറുക. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ അല്ലാഹുമ്മ ലക്കൽ ഹംദ് കമാ യംബഗി ലിവജ്ഹികൽ കരീം വലി സുൽത്താനിക്കൽ അലീം. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. എത്രയതിൻ്റെ അളവ്? നിന്റെ പരമാധികാരത്തിൻ്റെ അളവോളം, നിന്റെ സുൽത്താനിയത്തിൻ്റെ അളവോളം, നിന്റെ സിംഹാസന, പിന്നെ നിന്റെ അർഷിൻ്റെ ആ വലുപ്പം എത്രയുണ്ടോ അത്രയും മാത്രമുള്ള അളവിൽ ഞാൻ നിനക്ക് പ്രകീർത്തനം നൽകുന്നു, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഈ ആയത്ത് ശരിയായ വിധം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ചെറിയ സമയം എടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചത്, അതിൽ എൻ്റെ അറിവ് കുറവുണ്ട്, സമയത്തിൻ്റെയും കുറവുണ്ട്. ഈ ഒരു ആയത്ത് തന്നെയും ശരിയായ വിധം പഠിക്കുന്നുവെങ്കിൽ ഒരു കടലോ രണ്ട് കടലോ തീരാൻ മാത്രം, മഷിയായി ഉപയോഗിച്ചാൽ ഒരു കടലോ രണ്ടു കടലോ തീരാൻ മാത്രം ആശയ സമ്പന്നമാണ് അഅ്ലമു ആയത്തിൻ ഫിൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്തുൽ കുർസി. അതിൻ്റെ താഴെയാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന ആയത്ത് പറയുന്നത്. അങ്ങനെയുള്ള പടച്ച റബ്ബിൻ്റെ ദീനിലേക്ക് ഒരാളെയും നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടതില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ. ദീൻ എന്ന വാക്കിന് നമ്മൾ മലയാളത്തിൽ മതം എന്ന് ഇവിടെ നേരത്തെ തന്നെ ആമുഖത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു ശരിയായ പ്രയോഗമല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നമ്മൾ പഴയ കാലത്ത് മാർക്കത്ത് കൂടുക എന്ന് പറയാറില്ലേ, അല്ലേ? മാർഗം കൂടുക. ആ മാർഗം കൂടലാണ് പിന്നീട് മാർക്കത്ത് കൂടലും മാർഗം കഴിക്കലൊക്കെ ആയിട്ട് മാറിയത്. എന്താണ് മാർഗം? അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കുക, അതാണ് മാർഗം. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൈവിക മാർഗമാണ് ദീന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ, ഒരു മാർഗം. ആ മാർഗത്തെയാണ് നമ്മൾ ദീൻ എന്ന് പറയുന്നത്. അതിലേക്ക് ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടതില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബോധ്യപ്പെട്ടാൽ അവർ വിശ്വസിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം തബ്ലീഗ് മാത്രമാണ്, അത് നിർവഹിക്കുക. ഈ ആയത്ത് അതിൻ്റെ ശരിയായ വിധത്തിൽ പഠിച്ച് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ വാഗ്ദാനം ചെയ്തതുപോലെയുള്ള സ്വർഗം നേടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.